സന്തോഷയാത്ര അവസാനിച്ചു. വിധി അവരുടെ ജീവിതം കാരാഗൃഹത്തിലേക്ക് തിരിച്ചു. ആദ്യ രാത്രി വളരെ നീണ്ടുപോയി. തണുത്ത കല്ലിന്മേൽ ഇരുന്ന് ദേവകി ശാന്തമായി കരഞ്ഞു. ഭയം അവളുടെ ശബ്ദം പോലും പിടിച്ചു നിർത്തി. വസുദേവൻ മിണ്ടാതിരുന്നു. എല്ലാം മനസ്സിൽ സഹിച്ചു. പ്രഭാതം വന്നു. പക്ഷേ മോചനം വന്നില്ല. വെളിച്ചം വന്നത് സത്യം കാണിക്കാൻ മാത്രം. അവരുടെ ജീവിതം ഇനി പഴയ പോലെയല്ലെന്ന് സത്യം. ആ കാരാഗൃഹത്തിനുള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ഒരു നിമിഷം എല്ലാം നിശബ്ദമായി. പക്ഷേ ആ സന്തോഷത്തിലും ഭയം കൂടെയുണ്ടായിരുന്നു. കാരണം പുറത്തുണ്ടായിരുന്നത് കംസൻ വന്നു. മാതാവിന്റെ കൈകളിൽ നിന്നു ജീവൻ പിരിഞ്ഞു. പക്ഷേ കംസൻ മുന്നിൽ നിന്നപ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദിവസങ്ങൾ പതുക്കെ വർഷങ്ങളായി മാറി. അവർക്കു സമയം അറിയാൻ വഴിയുണ്ടായിരുന്നത് ഭിത്തിയിലെ ആ വരകളിലൂടെ മാത്രം. ഓരോ വരയും ഒരു ദിവസം അല്ലാല, ഒരു വേദനയുടെ ഓർമ്മയായിരുന്നു. വേദന പതിവായി മാറിയേ, കരച്ചിലും പതിവായി. ഒരു സമയം കഴിഞ്ഞപ്പോൾ കണ്ണീർ പോലും ക്ഷീണിച്ചു. പ്രാർത്ഥന പതുക്കെ തുടങ്ങി. ആദ്യം വാക്കുകൾ മാത്രം, പിന്നെ ഹൃദയം മുഴുവൻ അതിൽ ചേർന്നു. ഒടുവിൽ പ്രതിരോധം ശരണാഗതിയായി മാറി. ചങ്ങലകൾ അവരുടെ കൈകാലുകൾ ബന്ധിച്ചു. ശരീരം തടവിലായിരുന്നു. പക്ഷേ മനസ്സ് ആരും പിടിച്ചുവെക്കാനായില്ലാത. അത് അകത്തായി സ്വതന്ത്രമായി. 6 കുഞ്ഞുങ്ങൾ അവർക്കു ജനിച്ചു. പക്ഷേ ഓരോ തവണയും പ്രതീക്ഷ കംസൻ കവർന്നു. പറയാൻ പോലും ബുദ്ധിമുട്ടായ വേദന. അതിനുശേഷം കാരാഗൃഹം തടവറയില്ലായിരുന്നു. അവരുടെ ആത്മാവ് ഉയർന്ന് നിൽക്കുകയായിരുന്നു. ആ രാത്രി എന്തോ മാറി. ആരും അറിയാതെ ഒരു അത്ഭുതം നടന്നു. ദേവകിയുടെ ഗർഭത്തിലെ 7ാമത്തെ കുഞ്ഞിനെ ദൈവം ശാന്തമായി മാറ്റി. അത് രോഹിണിയുടെ ഗർഭത്തിൽ സ്ഥാപിച്ചു. കാരാഗൃഹത്തിനുള്ളിൽ ഒരു ഈച്ച പോലും അത് അറിഞ്ഞില്ല. ആ കുഞ്ഞ് തന്നെയാണ് പിന്നീട് ബലരാമൻ എന്ന് അറിയപ്പെട്ടത്. വീഡിയോ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും താൽപ്പര്യപ്പെടുന്നു.